ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ആരി വർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനലിലോട്ട് വന്നിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് ഒട്ടും അറിയാത്തവരാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ ഈ ഒരു ഫ്രീ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആരി വർക്കിനെ കുറിച്ച് പഠിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ ഈ ഒരു ക്ലാസ് യൂട്യൂബ് ക്ലാസ് എന്നുള്ളതിലുപരി നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടായിരുന്നു നമ്മൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നമ്മളെ ചാനലിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തിട്ട് ഡൗട്ട്സ് ചോദിക്കുക കേട്ടോ. അതുപോലെ കമൻറ്റും ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളോ അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതുപോലുള്ള ഡിസൈൻസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് ആര്യ വർക്കിന്റെ ഫ്രീ ക്ലാസ്സിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ആര്യ വർക്കിന്റെ ഈ ഒരു ഫ്രീ ക്ലാസ്സിൽ എന്തൊക്കെ മെറ്റീരിയൽ ആണ് വേണ്ടത് എന്ന് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അതിന് മുന്നേ എംബ്രോയിഡറി വർക്കിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ആര്യ വർക്ക് ചെയ്യുക. അതായത് ഒരു പെണ്ണ് പോലത്തെ ഈ നീഡിലാണ്. ആ ഒരു നീഡിലോട് ഇങ്ങനെ കുത്തി എടുത്തിട്ടാണ് അടിയിൽ നിന്ന് ത്രെഡ് വലിച്ച് കുത്തി ത്രെഡ് എടുക്കുക ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുക. നമുക്ക് ബീഡ്സ്, ഷുഗർ ബീഡ്, കട്ട് ബീഡ്, അതുപോലെ സെർദോസി അങ്ങനെയുള്ള ഒരുപാട് വർക്കുകൾ നമുക്ക് ഈ ഒരു ആര്യ നീഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആര്യ വർക്കിലൂടെയാണ് നമ്മൾ പഠിച്ചെടുക്കുക. ഓക്കെ, പിന്നെ ഇപ്പോൾ ഈ ഒരു ബ്രൈഡൽ ബ്ലൗസ് അതുപോലെ അങ്ങനെയുള്ള ഇതൊക്കെ നന്നായിട്ട് ട്രെൻഡിങ് ആയി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ബ്രൈഡൽ ബ്ലൗസിന്റെ ഒക്കെ വർക്ക് നമ്മൾ ഈ ഒരു ആര്യ വർക്കിലൂടെയാണ് നമ്മൾ ചെയ്തെടുക്കുക. നമുക്ക് സാധാ സൂചി നൂലും വെച്ച് തുന്നിയെടുക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ആര്യ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു പ്രയാസം ഉണ്ടായിരിക്കും, എങ്കിലും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതൊന്ന് 2-3-4 ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽ ആണ് ആര്യ വർക്കിന് വേണ്ടത് എന്ന് നോക്കാം. ഇതാണ് സാരി ത്രെഡ്. ഓക്കെ, ഈ സാരി ത്രെഡ് മാത്രം വെച്ചിട്ടല്ല നമ്മൾ ആര്യ വർക്ക് ചെയ്യുക. നമ്മുടെ സാധാ മെഷീൻ ത്രെഡ്, സിൽക്ക് ത്രെഡ്, അതുപോലെ ടാങ്കീസ്, അതായത് കങ്കൂസ് നൂല് എന്നും പറയും, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ആര്യ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോ ഇതാണ് സാരി ത്രെഡ്. ഓക്കെ, ഇത് എല്ലാ കളറിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് പഠിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഷുഗർ ബീഡാണ്. നമ്മൾ ഈ ഒരു ഫ്രീ ക്ലാസ്സിൽ വരുന്നത് ഷുഗർ ബീഡിന്റെ സീക്വൻസിന്റെ വർക്കാണ് നമുക്ക് വരുന്നത്. 4 ക്ലാസ് ആണ് ഫ്രീ ക്ലാസ്സിൽ ഉണ്ടായിരിക്കുക. അപ്പൊ അതില് 2 ക്ലാസ്, ഒന്ന് സീക്വൻസ് വർക്കും അതുപോലെ ഒന്ന് ഷുഗർ ബീഡിന്റെ വർക്കും ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഷുഗർ ബീഡ് എന്ന് പറയുന്നത് വളരെ ചെറുത് തന്നെയാണ്, ഹോളുള്ള ചെറിയ ബീഡിനെയാണ് ഷുഗർ ബീഡ് എന്ന് പറയുന്നത്. ഈ ഷുഗർ ബീഡ് തന്നെ പല സൈസിലും വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ബീഡ് തന്നെ നോക്കി വാങ്ങണേ. ഇതാണ് ഷുഗർ ബീഡ്. ഓക്കെ, സീക്വൻസ് ചെറുതും വലുതും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ആണോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടത് ആ ഒരു രീതിക്ക് വാങ്ങാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നീഡിലാണ്. നീഡിൽ നമ്മൾ ഈ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഈ ഒരു സൈഡ് ഫ്ലാറ്റ് ആയിട്ടുള്ള നീഡിലിനെ നമ്മൾ തുലിപ്പ് നീഡിൽ എന്നാണ് പറയാ. അതല്ലാതെ റൗണ്ട് ആയിട്ട് വരുന്നതിനെ അയൺ നീഡിൽ എന്നാണ് പറയാ. ഓക്കെ, നീഡിലിന്റെ പല ടൈപ്പ് ഉണ്ട്. അതാണ് ഇത് തുലിപ്പ് നീഡിലും ഇത് അയൺ നീഡിലാണ്. അയൺ നീഡിൽ നമ്പർ ഉണ്ടായിരിക്കില്ല, തുലിപ്പ് നീഡിലിന് നമ്പർ ഉണ്ടായിരിക്കും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന നീഡില് 14.05 ആണ്. ഓക്കെ, പിന്നെ ഇത് രണ്ടും നമ്മൾ കൂടുതൽ ഷുഗർ ബീഡും ഒക്കെ ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നീഡിലാണിത്. ആര്യ വർക്കിൽ തന്നെ ഒരുപാട് കട്ട് ബീഡ്, ഷുഗർ ബീഡ് ഒക്കെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റിയ നീഡിലാണ്. പിന്നെ ഇത് 14.05 തന്നെയാണ്. ഇത് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടാണ്, പൈപ്പിംഗ് ത്രെഡ് ചിറ്റി എടുത്തിട്ടാണ്. കോട്ടന്റെ തുണിയോ അല്ലെങ്കിൽ ഇങ്ങനെ നൈസായിട്ടുള്ള തുണിയോ അല്ലെങ്കിൽ പിന്നെ പൈപ്പിംഗ് ത്രെഡോ ചിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് ആയ സ്ഥലം പിടിച്ചിട്ട് ചെയ്യുന്നേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഭാഗം പിടിച്ചിട്ട് ചെയ്യാൻ പറ്റും, ആരി വർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ നമുക്ക് വേണ്ട വേറൊരു നീഡിലാണ് 24. അത് ഞാനൊരു പെന്നിന്റെ ഉള്ളിലാണ് ഇട്ടിട്ടുള്ളത്. ഈ ഒരു 24ഉം 14.05ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഈ ഒരു ഭാഗം, ഈ ഒരു നീഡിന്റെ ഈ ഒരു മുനയുടെ ഭാഗം തിക്കായിരിക്കും, ഇത് വളരെ തിന്നായിരിക്കും. ഓക്കെ, നമുക്ക് നേരിൽ കണ്ടാൽ മനസ്സിലാകും. ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നുണ്ടെന്നും അറിയില്ല. ഓക്കെ, അപ്പോ ചില ബീഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ ഒരു 40 ഇങ്ങനെ ഇടാൻ പറ്റിക്കോളണമെന്നില്ല. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു നീഡിലാണ് 24. അപ്പോൾ നിങ്ങൾക്ക് ഇതും വാങ്ങി വെക്കണം, നല്ലതാണ്.
പിന്നെ ഇതുപോലെ പൈപ്പിംഗ് ത്രെഡ് ചുറ്റിയണം എന്ന് ഒരു നിർബന്ധമില്ല. ഇതുപോലെ പെന്നിന്റെ ഉള്ളിലിട്ടാലും നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പിടിച്ചിട്ട് സുഖമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടത് റിംഗ് ആണ്. ഇതാണ് റിംഗ്. ഇത് 6 ഇഞ്ചിന്റെ റിംഗ് ആണ്. പല ഇഞ്ചിലും അവൈലബിൾ ആണ്. 6, 7, 8, 9 ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് ആ ഒരു രീതിയിലുള്ള റിംഗ് വാങ്ങാം. 6 or 7 നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. ഓക്കെ. അപ്പോ ചില ബീഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ ഒരു 40 പോയിന്റില് ഇങ്ങനെ ഇടാൻ പറ്റിക്കോളണമെന്നില്ല. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു നീഡിലാണ് 24. അപ്പോൾ നിങ്ങൾക്ക് ഇതും വാങ്ങി വെക്കണം നല്ലതാണ്. പിന്നെ ഇതുപോലെ പൈപ്പിംഗ് ത്രെഡ് ചുറ്റിയണം എന്ന് ഒരു നിർബന്ധമില്ല. ഇതുപോലെ പെന്നിന്റെ ഉള്ളിലിട്ടാലും നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പിടിച്ചിട്ട് സുഖമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടത് റിംഗ് ആണ്. ഇതാണ് റിംഗ്. ഇത് 6 ഇഞ്ചിന്റെ റിംഗ് ആണ്. പല ഇഞ്ചിലും അവൈലബിൾ ആണ്. 6, 7, 8, 9 ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് ആ ഒരു രീതിയിലുള്ള റിംഗ് വാങ്ങാം. 6 or 7 വാങ്ങാണ് നല്ലത്. പിന്നെ 8 ഒക്കെ ആകുമ്പോൾ ഒന്നും കൂടി വലുതായിരിക്കും വട്ടം. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടത് പോപ്ലിംഗ് ക്ലോത്ത് ആണ്. പോപ്ലിംഗ് ക്ലോത്ത് എന്നാണ് പറയാ. ഇത് പിന്നെ കനം കുറഞ്ഞിട്ടുള്ള ടൈപ്പും ഉണ്ട്, കനം കൂടിയ ടൈപ്പും ഉണ്ട്. അപ്പൊ ഇത് ഇന്ത്യക്ക് ഇപ്പൊ ഉള്ള ഈ ഒരു വൈറ്റ് കനം കുറഞ്ഞ ടൈപ്പാണ്. ഇതെന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ഉണ്ട്, അതെന്ന് പറയുന്നത് കുറച്ച് കട്ടിയുണ്ട്. അപ്പൊ നിങ്ങൾ വാങ്ങുമ്പോൾ കട്ടിയുള്ള പോപ്ലിംഗ് ക്ലോത്ത് വാങ്ങാം കേട്ടോ. കട്ടിയുള്ളത് തന്നെ വാങ്ങണേ. പിന്നെ നമുക്ക് എങ്ങനെയാണ് റിങ്ങിൽ ക്ലോത്ത് ഇടാന്നും കൂടി നോക്കാം. കാരണം ഒരുപാട് പേര് നല്ലോണം ഒന്നും ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് റിങ്ങിൽ ക്ലോത്ത് ഇട്ടിട്ട് തന്നെ നമുക്ക് ആര്യ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ എംബ്രോയിഡറി വർക്ക് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ക്ലോത്ത് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ പിടിച്ച് അടിയിൽ നിന്ന് സൂചി കുത്തിയെടുത്തിട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് ആര്യ വർക്കില് പിന്നെ അങ്ങനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് റിങ്ങില് ഇട്ട് സ്റ്റാൻഡുമേലോ റിങ്ങുമേലോ ഒക്കെ ഇട്ടിട്ട് തന്നെ ആര്യ വർക്ക് ചെയ്യണം. ഓക്കെ. എന്നാൽ തന്നെ നമുക്ക് അത് നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ റിങ്ങിന്റെ ഉള്ളിലത്തെ ഭാഗം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഈ ക്ലോത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ ഒരു റിങ് ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ 6 ഇഞ്ചിന്റെ റിങ് ആണ്. ഈ ഒരു 6 ഇഞ്ചിന്റെ റിങ് ഇതുപോലെ വെച്ചാൽ ഈ ഒരു 4 സൈഡിലേക്കും തുമ്പുണ്ട്. ഓക്കെ. 4 സൈഡിലേക്കും ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ തുമ്പ് വിട്ടിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പൊ നിങ്ങൾ എത്ര ഇഞ്ചിന്റെ റിംഗ് ആണോ വാങ്ങുന്നത്, ഇപ്പൊ 7 ഇഞ്ച് ആണെങ്കിൽ ആ 7 ഇഞ്ചിന്റെ റിംഗ് ഇതുപോലെ വെച്ചിട്ട് 1 ഇഞ്ച് ഇവിടെ 1 ഇഞ്ച് ഇവിടെ 1 ഇഞ്ച് ഇവിടെ 1 ഇഞ്ച് ഇവിടെ തുമ്പ് വിട്ടിട്ട് വേണം ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാൻ. ഓക്കെ. അതിനുശേഷം ഇതുപോലെ ഉള്ളിലത്തെ റിംഗ് ആണ് കേട്ടോ. ആ സ്ക്രൂ ഇല്ലാത്ത ഉള്ളിലത്തെ റിംഗ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിന്റെ മുകളിൽ ക്ലോത്ത് വെക്കുക. ഇതുപോലെ വെച്ചതിന് ശേഷം ഈ ഒരു റിങ്ങിന്റെ സ്ക്രൂ ലൂസാക്കി കൊടുക്കുക. നന്നായിട്ട് ലൂസാക്കി കൊടുക്കുക. ലൂസാക്കി കൊടുത്തതിന് ശേഷം ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. കണ്ട, ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ ഈ തുണി കണ്ട വളരെ ലൂസായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മള് ജസ്റ്റ് ഈ ഒരു സൈഡിൽ നമ്മൾ തുമ്പ് ഇട്ടിട്ടുണ്ടല്ലോ, ഈ ഒരു തുമ്പ് നമ്മൾ ആദ്യം നന്നായിട്ട് പിടിച്ച് വലിച്ചു കൊടുക്കുക സൈഡിലേക്ക്. ഈ സൈഡിലത്തെ തുമ്പുകളൊക്കെ ഇതുപോലെ പിടിച്ച് വലിച്ചു കൊടുക്കണം. എല്ലാ സൈഡിലത്തെ തുമ്പും പിടിച്ച് വലിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു സ്ക്രൂ ടൈറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ. സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ആക്കി കൊടുക്കുക. ഈ ടൈറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ എല്ലാ സൈഡും ഒന്നുകൂടി വലിച്ചു കൊടുക്കണം. നന്നായിരിക്കും ഒന്നുകൂടി ടൈറ്റ് ആയി എന്ന് ഉറപ്പ് വരുത്താൻ. ഓക്കെ. അതുപോലെ ഇപ്പൊ നേരത്തേനേക്കാളും കണ്ടോ നമ്മളിങ്ങനെ തൊടുമ്പോ താഴ്ന്നു പോകുന്നില്ല, കുറച്ചൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അത് അത്യാവശ്യം ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ടൈറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ക്രൂ ടൈറ്റ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടി സൈഡില് ചെറുതായിട്ട് ഒന്നുകൂടി വലിച്ചു കൊടുക്കുക. തുണി കീറാതെ ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പൊ ഇത് നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. ഇങ്ങനെയാണ് റിങ്ങില് ക്ലോത്ത് ഇടുക കേട്ടോ. അപ്പോ നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കണം. മെറ്റീരിയൽസിൽ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ. താങ്ക് യു.